അമിതമായിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ റേറ്റ് കൂടുതൽ എടുക്കുന്നു എന്നുള്ള പരാതി പൊതുവെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകാര്. അതിന് എല്ലാ ഹോസ്പിറ്റലുകാരും ഉണ്ടെന്നല്ല, അല്ല പൊതുവെ നന്മയുടെ അംശമുള്ള ഹോസ്പിറ്റലുകാരൊക്കെ ഉണ്ട്. അതിനൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അതിനൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഓരോ അസുഖങ്ങൾക്ക് എത്ര രൂപ ചെലവ് വരും എന്നുള്ളതിന്റെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു. അത് എന്തുകൊണ്ട് ഈ IMA ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതി പോയിട്ടാണ് അത് ഒഴിവാക്കി തൽക്കാലത്തേക്ക് അനുകൂലിക്കുന്നില്ലേ? അതൊക്കെ അനുകൂലിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അവിടെ ഒരു ഡിസ്പ്ലേ ഇതുവരെ ഇല്ല. കേരളത്തിൽ ഒരു ആശുപത്രിയിലും ഇല്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിലെ റൂം റെന്റ് ഇത്രയാണ്, അത് നമുക്ക് ഫിക്സഡ് ആക്കി പ്രദർശിപ്പിക്കുന്നതിന് വലിയ പ്രയാസങ്ങളില്ല. ഒരു ലാബ് ടെസ്റ്റ് നടത്തുന്നതിന് ഇത്രയാണ് വരിക, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം ഒരു സർജറി നടത്തുന്നു, ഒരു സാധാരണ അപ്പൻഡിക്സിന്റെ ഒരു സർജറി, അപ്പൻഡിസെക്ടമി നടത്തുന്നു, അത് 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് നടത്തുന്നതും 80 വയസ്സുള്ള ഒരാൾക്ക് നടത്തുന്നതും ഒരേപോലെ ആയിരിക്കില്ല. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഓരോരുത്തരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ടാവും, അവർക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് ഈ കാർഡിയോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ഗ്യാസ്ട്രോ വേണ്ടി വരും, വേറെ പല കാര്യങ്ങളും വേണ്ടി വരും. ഈ കോസ്റ്റ് ഫാക്ടർ വ്യത്യാസമായിരിക്കും. അവിടെ ഏകീകൃതമായ ഒരു റേറ്റ് അവിടെ എഴുതി പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതാണ് അങ്ങനെ വരുന്നു. അടുത്തൊരു പോയിന്റ് കൂടി ഉള്ളത്, അതിന്റെ അടുത്തൊരു പോയിന്റും കൂടി ഉള്ളത് നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പറയുന്നത്, നിങ്ങൾ എഴുതി പ്രദർശിപ്പിക്കുന്ന റേറ്റിന്റെ 1 പൈസ കൂടുതൽ വാങ്ങിച്ചാൽ ദാറ്റ് ഈസ് ആക്ഷനബിൾ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽസ് ഡിഫെൻസീവ് എന്താ ചെയ്യുക? ഏറ്റവും ടോപ്പ് റേറ്റിലിടും. അതാർക്കാ ഗുണം ചെയ്യുന്നത്? അതാർക്കും ഗുണം ചെയ്യില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.